ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. പല കാര്യങ്ങളിലും അദ്ദേഹം പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള ഒരുപാട് പദ്ധതികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങൾക്കൊക്കെ വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ കാണിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് തെണ്ടിത്തരവും ചെറ്റത്തരവുമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രമാത്രം ക്രൂരതയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അദാനിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അദാനിയുടെ പ്രധാനമന്ത്രിയാണോ അംബാനിയുടെ പ്രധാനമന്ത്രിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലപ്പോഴും പല സുഡാപ്പികളുമൊക്കെ രംഗത്ത് വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും പല ഉദാഹരണങ്ങൾ പറഞ്ഞ് തിരുത്താറുണ്ട്. അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അതൊക്കെ കൃത്യമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരുത്തിപ്പോകുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സ്വയംസേവ സംഘടന, അവർക്ക് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള നിലയിലേക്കാണ് അവർ പോകുന്നത്. തീർച്ചയായിട്ടും RSSൽ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ആ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനൊന്നും ഇന്ത്യയിലുള്ള ഒരു ജനങ്ങൾ അനുവദിക്കില്ല. കാരണം ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വമായി ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരിക്കലും ഇന്ത്യക്ക് അത്തരത്തിലൊരു BJP അത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ നടപ്പിലാക്കൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അദാനിക്ക് വേണ്ടി നമ്മുടെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, നമ്മുടെ ഏക്കർ കണക്കിന് ഭൂമികൾ, നമ്മുടെ എണ്ണ സംഭരണശാലകൾ, നമ്മുടെ എണ്ണ ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ, ഇതൊക്കെ അംബാനിക്കും അദാനിക്കും വേണ്ടി മാത്രം തീരെഴുതി കൊടുക്കുന്ന ഒരു സർക്കാർ ഇന്ത്യ ഭരിക്കുകയാണ് എങ്കിൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളാക്കുന്നു, എല്ലാം 53 വർഷത്തേക്ക് തുറമുഖങ്ങൾ കൊടുക്കുന്നു. എയർപോർട്ടിലൊക്കെ ചെന്ന് കയറിയാൽ നമ്മുടെ സർക്കാരാണ് എയർപോർട്ടിൻ്റെയൊക്കെ നിയന്ത്രണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചായക്കൊക്കെ 120-160 രൂപയാണ്.